ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതത്തിലെ മൊഡ്യൂൾ 3യിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ട്രീ ഓപ്പറേഷൻസ്, ബൈനറി ട്രീ ഓപ്പറേഷൻസ് ആണ്. സോ ഈ ട്രീ ഓപ്പറേഷൻസിൻ്റെ അകത്ത് വരെ നമുക്ക് 4 ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. ക്രിയേഷൻ ഓഫ് എ നോഡ്, ദെൻ ഇൻസേർട്ടിങ് എ നോഡ്, then traversals, then deletion, delete a tree. So create a node means make a new node. Insert a node means insert into the binary tree. Traversals means there are 3 types of traversals: in order, pre-order and post-order. Next is delete a tree. Free all nodes. എല്ലാ നോഡ്സിനെയും delete ചെയ്യുക means deleting the entire tree. സോ ഫസ്റ്റ് നോക്കാം ക്രിയേറ്റ് എ ന്യൂ നോഡ്. ക്രിയേറ്റ് എ ന്യൂ നോഡ് എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മളൊരു ന്യൂ നോഡിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡൺ യൂസിങ് malloc അല്ലേ. malloc വെച്ചിട്ടാണ് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ്? സ്ട്രക്ട് നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഇസ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ malloc സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ദിസ് ഇസ് ദ വേ ഓഫ് ക്രിയേറ്റിംഗ് എ പെർട്ടിക്കുലർ നോഡ്. നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റിലായാലും ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഇത് തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക? ആ നോഡിൻ്റെ ഡേറ്റയിലോട്ട് ഒരു ഗിവൺ വാല്യൂ നമ്മൾ കൊടുക്കുക. ദാറ്റ് ഈസ് അസൈൻസ് ദ ഇൻപുട്ട് വാല്യൂ ടു ദ നോഡ്സ് ഡേറ്റ ഫീൽഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിതിനെ നമുക്കിത് പ്രോഗ്രാം വഴി ചെയ്യാം. പ്രോഗ്രാം വഴി ചെയ്തിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ എക്സ്പ്ലനേഷനും റൺ ചെയ്തും കാണിക്കാം. ഓക്കെ, സെറ്റ് ദ അപ്പോൾ ന്യൂ നോഡിൻ്റെ ഡേറ്റയിലോട്ട് നമ്മൾ വാല്യൂ കൊടുത്തു. എന്നിട്ട് എന്താണ്? നോഡിൻ്റെ ലെഫ്റ്റിൻ്റെയും റൈറ്റ് പോയിൻ്റർ നമ്മൾ നള്ളാക്കി സെറ്റ് ചെയ്യണം. സോ ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദ നോഡ് സ്റ്റാർട്ട്സ് വിത്തൗട്ട് ചിൽഡ്രൻ. അതൊരു റൂട്ട് നോഡ് ആണെന്നുള്ള കേസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പുതിയ നോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്യണ്ടേ. റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഇപ്പം നള്ളാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ന്യൂ നോഡിൻ്റെ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡിൻ്റെ റൈറ്റ് ഇസ് ഈക്വൽ ടു നൾ. ഓക്കെ, അതും സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ആ പുതിയ നോഡിനെ ട്രീയിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. റിട്ടേൺ ന്യൂ നോഡ്. ഓക്കെ, സോ ക്രിയേഷൻ ഓഫ് നോഡ് ഇതാണ്. അലോക്കേറ്റ് മെമ്മറി ഫോർ എ ന്യൂ നോഡ് യൂസിങ് ദ malloc ഫങ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ നോഡിൻ്റെ ഡേറ്റയിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ നോഡിൻ്റെ ലെഫ്റ്റിൻ്റെയും റൈറ്റ് പോയിൻറ്റേഴ്സിനെ നള്ളാക്കുക. പിന്നെ ആ പുതിയ നോഡിനെ എൻ്റെ ട്രീയിൽ ഇൻസേർട്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് ഓപ്പറേഷൻ ഇസ് ദ ഇൻസേർട്ട് എ ന്യൂ നോഡ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് വി നീഡ് ടു ചെക്ക് ഇഫ് ദ ട്രീ ഈസ് എംപ്റ്റി. ട്രീ എംപ്റ്റി ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ റൂട്ട് ഇസ് നൾ. റൂട്ട് നള്ളാണ്. റൂട്ടിൽ നിന്നാണ് അടുത്തടുത്ത ചിൽഡ്രൻ പോകുന്നതല്ലേ. അപ്പം റൂട്ട് നള്ളാണെങ്കിൽ ദ ട്രീ ഈസ് എംപ്റ്റി. റൂട്ട് നള്ളാണെങ്കിൽ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ക്രിയേറ്റ് നോഡ് ഒരു പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് റൂട്ടിന് റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ക്യൂ ഇനിഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് ഒരു അറേ ബേസ്ഡ് ക്യൂവിനെ ഒരു ലെവൽ ഓർഡർ ട്രാവേഴ്സലായിട്ട് പെർഫോം ചെയ്യുക. ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂട്ട്, ദെൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ്, അങ്ങനെ. ഓക്കെ, എന്നിട്ട് ഓരോ റൂട്ടിനെ എൻക്യൂർ ചെയ്യുക. എന്നിട്ട് ഓരോ ട്രീനെ ലെവൽ ബൈ ലെവലായിട്ട് ട്രാവേഴ്സ് ചെയ്യുക. ക്യൂ എംപ്റ്റി അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നോഡിനെ ഡിക്യൂ ചെയ്യുക. എന്നിട്ട് അത് നമുക്കൊരു ഫ്രണ്ട് നോഡിനെ ഡിക്യൂ ചെയ്യുക. അതിനെ നമ്മൾ അതിനെ ടെമ്പായിട്ട് അസൈൻ ചെയ്യുക. ഇനി ടെമ്പിൻ്റെ ലെഫ്റ്റ് നള്ളാണെങ്കിൽ ടെമ്പിൻ്റെ ലെഫ്റ്റ് ചെക്ക് ചെയ്യുക. നള്ളാണെങ്കിൽ പുതിയ നോഡ് എവിടെ ഇൻസേർട്ട് ചെയ്യുക? ലെഫ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ടെമ്പിൻ്റെ ലെഫ്റ്റ് നള്ളാണെങ്കിൽ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് റൂട്ടിനെ റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പിൻ്റെ ലെഫ്റ്റിനെ എൻക്യൂ ചെയ്യുക. ഇനി ടെമ്പിൻ്റെ റൈറ്റ് ചെക്ക് ചെയ്യുക. ടെമ്പിൻ്റെ റൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നള്ളാണെങ്കിൽ അവിടെ ഒരു പുതിയ ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യുക. കാരണം ലെവൽ ബൈ ലെവൽ എന്ന് വെച്ചാൽ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് നള്ളല്ലെങ്കിൽ അവിടെ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുക. ഇനി റൂട്ടിൻ്റെ റൈറ്റ് നോഡ് നള്ളല്ലെങ്കിൽ അവിടെ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്താണ് പോകുന്നത്.
ഓക്കെ, എൻ എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെമ്മിൻ്റെ റൈറ്റ് എൻക്യൂ ചെയ്യുക. സോ ഇങ്ങനെയാണ് ഒരു നോഡ് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ, നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇനി ട്രാവേഴ്സലാണ് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ട്രാവേഴ്സലുണ്ട്: ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ. ഫസ്റ്റ് നമുക്ക് നോക്കാം ഇൻ ഓർഡർ. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. സോ എന്താ പറയുന്നത്, ഇഫ് ദ കറണ്ട് നോഡ്, നമ്മളിപ്പം കറണ്ട് നോഡ് നമ്മൾ ഏത് നോഡിലാണ് നിൽക്കുന്നത് ആ നോഡ് നള്ളല്ല എന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും റൂട്ടിൽ നിന്നാണ്. റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് റിക്കേഴ്സീവ്ലി എവിടെയോട്ട് പോകണം? ലെഫ്റ്റിലോട്ട് പോകണം, ലെഫ്റ്റ് മോസ്റ്റ് നോഡിലോട്ട് പോകണം. കാരണം ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് ആണ്. സോ ലെഫ്റ്റ് മോസ്റ്റ് നോഡിലോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം? നോഡിൻ്റെ ഡേറ്റേനെ പ്രിൻറ്റ് ചെയ്യുക. പിന്നെ റൈറ്റ് നോഡിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് പറയേണ്ടത്? റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിലുള്ള ഡേറ്റ പ്രിൻറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഗോ ടു ദ ലെഫ്റ്റ് മോസ്റ്റ് നോഡ്. പിന്നെ എന്താ? നോഡിൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യുക. അതാണ് റൂട്ട്. അടുത്ത് എവിടെ പോകണം? റിക്കേഴ്സീവ്ലി ഗോ ടു ദ റൈറ്റ് സബ് ട്രീ എന്ന് പറയാൻ കാരണം എന്താണ്? റൈറ്റ് സബ് ട്രീ എന്ന് പറയാൻ കാരണം അതാണ് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അപ്പോൾ റൂട്ട് ഇസ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ, ഇൻ ഓർഡർ, അതൊരു ഫങ്ഷനാണ്. ഇൻ ഓർഡർ റൂട്ടിൻ്റെ ലെഫ്റ്റ്, ഇതിപ്പോൾ റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാണ്? റൂട്ട് നല്ലല്ലെങ്കിൽ റൂട്ടിൻ്റെ ലെഫ്റ്റ് ആദ്യം എഴുതണം. ഫസ്റ്റ് ഏതാണ്? റൂട്ടിൻ്റെ ലെഫ്റ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ദെൻ റൂട്ട്, ദെൻ എന്ത് ചെയ്യണം? റൂട്ടിൻ്റെ റൈറ്റ്. ഓക്കെ, സോ സിമിലർലി നെക്സ്റ്റ് പ്രീ ഓർഡറാണേ. പ്രീ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. അപ്പം റൂട്ട്, ദെൻ ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ ആദ്യം റൂട്ട് എടുക്കണം. സോ അതാ പറയുന്നത് സ്റ്റാർട്ട് അറ്റ് ദ റൂട്ട്. റൂട്ടിൽ നിന്ന് തുടങ്ങുക, അതിൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യുക. പിന്നെ എന്താ? റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് ദ അടുത്ത ഏതാണ്? ലെഫ്റ്റ് സബ് ട്രീയിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് എന്താ? റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് ദ റൈറ്റ് സബ് ട്രീ. അതായത് ആദ്യം എന്താണ്? പ്രിൻ്റ് ഓഫ് റൂട്ടിൻ്റെ ഡേറ്റ ആദ്യം പ്രിൻറ്റ് ചെയ്യുക. ദെൻ ലെഫ്റ്റാണ് പ്രീ ഓർഡർ റൂട്ടിൻ്റെ ലെഫ്റ്റ്, ദെൻ പ്രീ ഓർഡർ റൂട്ടിൻ്റെ റൈറ്റ്. ഓക്കെ, സോ സ്റ്റാർട്ട് അറ്റ് ദ റൂട്ട്, പിന്നെ റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ, അടുത്ത് കഴിഞ്ഞ് റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് അറ്റ് ദ റൈറ്റ് സബ് ട്രീ. ഓക്കെ, സിമിലർലി പോസ്റ്റ് ഓർഡറും ഇങ്ങനെ തന്നെയാണ്. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ഇത് റൂട്ട്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ആദ്യം ലെഫ്റ്റ് വേണം, ആദ്യം ലെഫ്റ്റ്. സോ അതവിടെ പറഞ്ഞാൽ റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ, എന്നിട്ടോ റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് ദ റൈറ്റ് സബ് ട്രീ. എന്നിട്ട് എന്താണ്? റൂട്ടിൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യുക. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സോ പോസ്റ്റ് ഓർഡർ റൂട്ടിൻ്റെ ലെഫ്റ്റ്, പോസ്റ്റ് ഓർഡർ റൂട്ടിൻ്റെ റൈറ്റ്, പിന്നെ റൂട്ടിൻ്റെ ഡേറ്റ. സോ ഈ കോഡ് തന്നെയാണ് നമ്മൾ അവിടെയും പഠിക്കുന്നത്. സോ ഇപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. സോ ട്രാവേഴ്സലും കഴിഞ്ഞു. 3 ട്രാവേഴ്സൽസ് ആണുള്ളത്: ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. ഓക്കെ, ഇനി ഇൻ ഓർഡർ, പ്രീ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. പ്രീ ഓർഡർ നമ്മുടെ ലെവൽ ഓർഡറും സെയിം ആണ് കേട്ടോ, റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. ഇനി പോസ്റ്റ് ഓർഡർ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ഓക്കെ, സോ ട്രാവേഴ്സിലും തീർന്നു. നെക്സ്റ്റ് ഇസ് ഡിലീറ്റഡ് ട്രീ. ഡിലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇഫ് ദ കറണ്ട് നോഡ് നള്ളാണെങ്കിൽ നമുക്കവിടെ ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല, ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യുക. ഇഫ് ദ റൂട്ട് നള്ളാണെങ്കിൽ ദ ട്രീ ഈസ് എംപ്റ്റി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലെഫ്റ്റ് സബ് ട്രീ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ദെൻ റൈറ്റ് സബ് ട്രീ. ഇപ്പോൾ റൂട്ട് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ലെഫ്റ്റ് സബ് ട്രീ ഡിലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് റൈറ്റ് സബ് ട്രീ ഡിലീറ്റ് ചെയ്യുക. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ചൈൽഡ് നോട്ട്സ് ആർ ഫ്രീഡ് ബിഫോർ ദർ പാരൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് നോട്ട്സ് വേണം. ഇപ്പം ഇങ്ങനൊരു നോഡ് ഉണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെയാണ്, ഇതാണ് ട്രീ എങ്കിൽ ആദ്യം ചൈൽഡ് നോട്ട്സ് വേണം ഡിലീറ്റ് ചെയ്യണത് ബിഫോർ ദർ പാരൻറ്റ്. ആദ്യം 2നെ ലെഫ്റ്റ് സബ് ട്രീനെ ഡിലീറ്റ് ചെയ്യുക, പിന്നെ റൈറ്റ് സബ് ട്രീനെ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ടാണ് 1നെ പാരൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഡിലീറ്റ് ട്രീ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ റൂട്ടിൻ്റെ ലെഫ്റ്റ്, അതിനുശേഷം ഡിലീറ്റ് ട്രീ റൂട്ടിൻ്റെ റൈറ്റ്, എന്നിട്ട് എന്താ കറണ്ട് നോഡിനെ ഡിലീറ്റ് ചെയ്യുക. നോഡിൻ്റെ വാല്യൂ എല്ലാം പ്രിൻറ്റ് ചെയ്യുക ഫോർ കൺഫർമേഷൻ. എന്നിട്ട് എന്താ ഫ്രീ ദ മെമ്മറി അലോക്കേറ്റഡ് ഫോർ ദ റൂട്ട്. റൂട്ടിൻ്റെ ഡേറ്റേനെ ആദ്യം എന്ത് ചെയ്യുക, റൂട്ടിൻ്റെ ഡേറ്റേനെ ആദ്യം പ്രിൻറ്റ് ചെയ്യുക, എന്നിട്ട് റൂട്ടിനെ ഫ്രീ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൂട്ടിൻ്റെ ഡേറ്റേനെ പ്രിൻറ്റ് ചെയ്യുക, എന്നിട്ട് റൂട്ടിനെ ഫ്രീ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ട്രീനെ ഡിലീറ്റ് ചെയ്യുന്നത്. ആദ്യം എല്ലാ ലെഫ്റ്റ് സബ് ട്രീനെ ഡിലീറ്റ് ചെയ്യും, ദെൻ റൈറ്റ് സബ് ട്രീനെ ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് റൂട്ടിനെ ഡിലീറ്റ് ചെയ്യും. റൂട്ടിൻ്റെ ഡേറ്റ ആദ്യം പ്രിൻറ്റ് ചെയ്യും, പ്രിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ടിനെ ഫ്രീ ആക്കുന്നത്. ദാറ്റ് മീൻസ് എൻ്റർ നോട്ട്സ് ആർ ഡിലീറ്റഡ് അല്ലേ. എൻ്റർ നോട്ട്സ് ഡിലീറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഡിലീറ്റിംഗ് ദ ഹോൾ ട്രീ. സോ ഇവിടെ നമ്മൾ 4 ഓപ്പറേഷൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് operation is creating a node, second is inserting a new node, third is traversals at the pre-order and post-order, last one is delete a tree. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.